നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നു വാട്സപ്പിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ബീറ്റയിൽ റണ്ണായി തുടങ്ങിയിട്ടേ ഉള്ളൂ. 2022 ആദ്യ വാരങ്ങളിലോ അല്ലെങ്കിൽ ആദ്യ നാളുകളിലോ തന്നെ നമ്മളെ എല്ലാവരിലേക്കും എത്താൻ ചാൻസ് ഉള്ള പുതിയ ഫീച്ചേഴ്സിനെയാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വാട്സപ്പ് അപ്ഡേറ്റ് ഒക്കെ ആദ്യമേ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ഫീച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല, ഒന്നാമത്തെ ഫീച്ചർ തന്നെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വാട്സപ്പ് പുതിയതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫീച്ചറാണ്. നമുക്കറിയാം ടെലിഗ്രാമിൽ ചാനലുണ്ട്, ഡിസ്കോഡിൽ പോയി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ 2022 ആകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബീറ്റയിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ 2022 ആദ്യ നാളുകളിൽ നമുക്ക് എല്ലാവരിലേക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫീച്ചറാണ്. ഇതിലോട്ട് വരുമ്പം നമുക്ക് അഡ്മിന് കുറേ പവേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി തന്നെ 1-2 ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ വ്യത്യസ്തമായ ഒരുപാട് ഫീച്ചേഴ്സ് ആയിരിക്കും ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് 2022 വാട്സപ്പിൽ വരാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഫീച്ചർ ആയിരിക്കും. രണ്ടാമതായിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ് വാട്സപ്പിൽ ഇനി മുതൽ ഗ്രൂപ്പിൽ അഡ്മിന് കുറച്ച് പവർ കൂടുകയാണ്. അത് നമുക്കറിയാം, ടെലിഗ്രാമിലൊക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കാര്യങ്ങൾ വേറെ ആളുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഒരു ഫീച്ചർ വാട്സപ്പിലും വരാനായിട്ട് പോവുകയാണ്. അതായത് ഇനി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ഇട്ടു, ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ഒരു മോശമായ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ആരും കാണാതെ അല്ലെങ്കിൽ അഡ്മിൻ അത് ടോട്ടലി ഡിലീറ്റ് ചെയ്ത് ആർക്കും കാണാവുന്ന രീതിയിൽ കളയാനുള്ള ഒരു ഓപ്ഷനാണ് വാട്സപ്പ് നൽകിയിരിക്കുന്നത്. എന്താണെന്ന് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ല ഫീച്ചറാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മളൊരു മെസ്സേജ് അയച്ചു, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നേരം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. പക്ഷെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇപ്പം ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ പുതിയൊരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പ്രകാരം 1 മാസം കഴിഞ്ഞാലോ 2 മാസം കഴിഞ്ഞാലോ 3 മാസം കഴിഞ്ഞാലൊക്കെ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറയുന്ന രീതിയിൽ കൊടുത്ത് കളയാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് എത്രത്തോളം നല്ലൊരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫീച്ചറായിട്ട് തോന്നിയില്ലെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കൊരാളൊരു മെസ്സേജ് കാര്യങ്ങൾ അയച്ചു, നമ്മളത് വാട്സപ്പിലുണ്ട് അല്ലെങ്കിൽ അതൊരു പ്രൂഫായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടുന്നതിനൊക്കെ ചാൻസസ് ഉണ്ട്. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇപ്പം ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റീലിനെ നമ്മുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അങ്ങ് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഇപ്പോഴും കുറേ ആൾക്കാർ റീൽസ് അങ്ങ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് ടിക്ടോക്ക് യൂസ് ചെയ്തുകൊണ്ട് അത്ര ആൾക്കാരും റീൽസിലോട്ട് എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വഴി നമുക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാർ റീൽസ് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് പുതിയതായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും വാട്സപ്പിൽ ഒരു ആഡ് വരാനുള്ള ചാൻസും ദൂരമല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു ഫീച്ചർ വാട്സപ്പിൽ വരാനായിട്ട് പോകുന്നത് റീഡ്മി ലേറ്റർ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് ധൃതിയുള്ള സമയത്ത് നമുക്കൊരു മെസ്സേജ് കാര്യങ്ങൾ വന്നു, നമുക്കത് വായിക്കാൻ സമയമില്ലെങ്കിൽ നമുക്കത് പിന്നീട് വായിക്കാനായിട്ട് റീഡ്മി ലേറ്റർ എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് നമുക്ക് എടുത്തിടാം. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുതൽ വാട്സപ്പിൽ ലോഗൗട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഫീച്ചറാണ് വരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ജിമെയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗൗട്ട് ചെയ്യും. നമുക്ക് വാട്സപ്പിൽ അങ്ങനെ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. പക്ഷേ 2022 അങ്ങനെ ഒരു ഫീച്ചറാണ് വാട്സപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് വാട്സപ്പിൻ്റെ ഉപയോഗിച്ച ശേഷം നമുക്ക് ലോഗൗട്ട് ചെയ്ത് വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ പിന്നെ ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എന്താണ് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് എന്ന് പറയുന്ന ഫീച്ചറും വരുന്നുണ്ട്. നമുക്ക് ഏത് ഫോണിലും ജിമെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇനി മുതൽ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അതും ബീറ്റയിൽ ചെറിയ രീതിക്ക് റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും 2022 ആദ്യ നാളുകളിൽ നമ്മളുടെ എല്ലാവരിലേക്കും എത്തുമെന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും ഒരു അടിപൊളി ഫീച്ചേഴ്സാണ്. നമുക്കപ്പം ജിമെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് വരുന്നത്. പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ലാസ്റ്റ് സീൻ കാര്യങ്ങളെല്ലാം നമുക്ക് ആർക്കൊക്കെ കാണണമെന്നുള്ളത് ഹൈഡ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ കാണണ്ട എന്ന രീതിയിലോട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് സീനെ സെറ്റ് ചെയ്യുന്നുള്ള ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രൈവസിയിലുള്ള കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫീച്ചറിനെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് പരിചയപ്പെടുത്തിയ വാട്സപ്പ് ഫീച്ചറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഏറ്റവും മോശം ഫീച്ചറായിട്ട് നിങ്ങൾ തോന്നിയത് ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.